നമസ്കാരം, സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഡീകോഡറിലെ ഇന്ത്യയും ലോകവും. ഞാൻ നിധി റസ്താൻ. നമ്മളിപ്പോൾ US-ഇറാൻ യുദ്ധത്തിന്റെ 10ാമത്തെ ആഴ്ചയിലാണ്. കൂടാതെ ഏകദേശം ഒരു മാസത്തോളമായി വളരെ അപകടകരവും ദുർബലവുമായ ഒരു വെടിനിർത്തൽ നിലവിലുണ്ട്. ആ വെടിനിർത്തലിന്റെ ദുർബലത കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പ്രകടമായിരുന്നു. ആഴ്ചകൾക്ക് ശേഷം ആദ്യമായി ഇറാനിയൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് UAE ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ കേട്ടതോടെയും ഹോർമൂസ് കടലിടുക്കിലെ ഒരു US നാവിക ഉപരോധം ആ പ്രത്യേക ജലപാതയിൽ സംഘർഷം വർദ്ധിപ്പിച്ചതോടെയുമാണ് ഇത് സംഭവിച്ചത്. അവിടെ അമേരിക്കൻ കപ്പലുകൾ ചില എണ്ണ ടാങ്കറുകൾക്ക് ആ നിർണായക ജലപാതയിലൂടെ അകമ്പടി പോകാൻ ശ്രമിക്കുകയായിരുന്നു. അമേരിക്കക്കാർ പറയുന്നത് ഇതൊരു പ്രതിരോധപരവും താൽക്കാലികവുമായ നടപടിയാണെന്നാണ്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇത് സന്ധിയുടെ ലംഘനമാണെന്നാണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ സാഹചര്യം യഥാർത്ഥത്തിൽ എത്രത്തോളം ദുർബലമാണെന്ന് ഇതെല്ലാം കാണിക്കുന്നു. സമാധാന ചർച്ചകളുടെ കാര്യത്തിൽ കാര്യമായ പുരോഗതിയില്ലാതെ ഈ വെടിനിർത്തൽ ഒരുതരം അനിശ്ചിതാവസ്ഥയിൽ നിലനിന്നതുകൊണ്ട് എണ്ണവില ഇതിനകം തന്നെ സമ്മർദ്ദത്തിലായിരുന്നു. ഈ വെടിനിർത്തൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുമോ എന്ന ആശങ്കകൾ വർദ്ധിച്ചതോടെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ആ എണ്ണവില വീണ്ടും കുതിച്ചുയർന്നു. ഇനി ഇത് നിങ്ങൾക്കും എനിക്കും എന്താണ് അർത്ഥമാക്കുന്നത്? ഇതിനർത്ഥം ഇന്ത്യയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായും കഴിഞ്ഞ സ്ഥിതിക്ക് രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പാചകവാതക വിലകളിൽ ഒരുപക്ഷെ നമ്മൾ കുത്തനെയുള്ള വർധനവ് പ്രതീക്ഷിക്കണം. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ കാര്യത്തിൽ ഇത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞു. പക്ഷേ ഇത് ഇപ്പോൾ നമ്മുടെ സ്വന്തം പോക്കറ്റുകളെ കൂടുതൽ നേരിട്ട് ബാധിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. ഇതെന്തായാലും നമ്മളെ ബാധിക്കുമായിരുന്നു, പക്ഷേ ഇത് കൂടുതൽ വലുതായിരിക്കും. പക്ഷേ ഇന്ത്യക്കും ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്കും ഇതിലും വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കാനായി ഡീകോഡറിലേക്ക് മുൻ RBI ഗവർണറും സാമ്പത്തിക ശാസ്ത്രജ്ഞരുമായ ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രഘുറാം രാജൻ. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഷിക്കാഗോയിൽ നിന്നാണ്. വളരെ നന്ദി ഡോക്ടർ. രാജൻ, എന്നെ ക്ഷണിച്ചതിന് നന്ദി. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഈ സംഘർഷം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ യുദ്ധം 3ാമത്തെ ആഴ്ചയിലേക്ക് കടന്ന സമയത്ത് അങ്ങ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നീണ്ടു നിൽക്കുന്ന ഒരു സംഘർഷം അഭൂതപൂർവമായ ഒരു എണ്ണ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് അങ്ങ് പറയുകയുണ്ടായി. അത് സാമ്പത്തിക വ്യവസ്ഥകളെ അസ്ഥിരപ്പെടുത്തുകയും ഇന്ത്യയെപ്പോലുള്ള എണ്ണയെ ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥകളെ പ്രത്യേകിച്ച് ദുർബലമാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ 10ാമത്തെ ആഴ്ചയിലാണ്. നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അതായത് നമ്മൾ ഇപ്പോൾ തുടക്കത്തിന്റെ അവസാനത്തിലാണ്. ഈ ഘട്ടത്തിൽ ഈ സംഘർഷത്തിന്റെ ആദ്യ നാളുകളിൽ ശരിയായിരുന്ന ഒരു കാര്യം കടലിൽ ധാരാളം എണ്ണയുണ്ടായിരുന്നു എന്നതാണ്. ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഇതിനകം യാത്ര തിരിച്ച ചരക്കുകൾ ഉണ്ടായിരുന്നു. കൂടാതെ രാജ്യങ്ങളുടെ കൈവശം ബഫർ സ്റ്റോക്കുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ മൂന്നും ഉപയോഗിച്ച് തീർന്നിരിക്കുന്നു. അതായത് കടലിലുള്ള ചരക്കുകൾ, റഷ്യൻ, ഇറാനിയൻ ചരക്കുകൾ, എല്ലാവരും അവയ്ക്കായി ലേലം വിളിക്കുകയും അവയെ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ലക്ഷ്യസ്ഥാനത്തേക്ക് പോവുകയായിരുന്ന ചരക്കുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ രാജ്യങ്ങൾ അവരുടെ കരുതൽ ശേഖരം ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും ചർച്ചകൾ വളരെ ദുഷ്കരമാണെന്നും ഒബാമ ഭരണകൂടം ഒത്തുതീർപ്പാക്കിയതിൽ തൃപ്തിപ്പെടാതെ കൂടുതൽ ആഗ്രഹിക്കുന്ന US-നെതിരെ അടിസ്ഥാനപരമായി വഴങ്ങാത്ത ഒരു ഇറാനാണ് ഉള്ളതെന്നും തീർച്ചയായും ഇറാൻ അത് നൽകാൻ ആഗ്രഹിക്കുന്നില്ലെന്നുമുള്ള തിരിച്ചറിവ് ഇപ്പോൾ ഉണ്ടാകുന്നു. കൂടാതെ അതായത് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത്, അതായത് US ഏർപ്പെടുത്തിയ ഉപരോധത്തിലൂടെ ഇറാനെ മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ തീർച്ചയായും ഇറാനിലെ സർക്കാർ വഴങ്ങാൻ പോകുന്നില്ല. കാരണം US-നെ ഏൽപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വേദന സഹിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് അവർ കരുതുന്നു. പ്രത്യേകിച്ചും ഉയർന്ന എണ്ണവിലയിലൂടെ ആ വേദനയുടെ ഒരു ഭാഗം US-ലേക്ക് തന്നെ തിരിച്ചടിക്കുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് ഇത് ഇനിയും കൂടുതൽ കാലം തുടരാൻ സാധ്യതയുണ്ട്. അതായത് കടലിടുക്ക് തുറക്കാൻ അനുവദിക്കുന്ന ഒരു വെടിനിർത്തൽ എപ്പോൾ ഉണ്ടാകുമെന്ന് പ്രവചിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കൂടാതെ ഇത് കൂടുതൽ വഷളാകുമോ എന്ന കാര്യവും വ്യക്തമല്ല. ഇന്നലത്തേതിനേക്കാൾ ഇന്നത്തെ വാർത്ത അല്പം ഭേദമാണ്, പക്ഷേ ഇത് വഷളായേക്കാം. അതിനാൽ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ രാജ്യങ്ങൾ ഒരു ഇടക്കാലത്തേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങണമെന്നും നിങ്ങൾ പറഞ്ഞതുപോലെ എണ്ണയ്ക്ക് സബ്സിഡി നൽകുന്നതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങണമെന്നും ഞാൻ കരുതുന്നു. ആവശ്യവും വിതരണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ എണ്ണവില ഉയർന്നു. അത് ഇനിയും ഒരുപാട് ഉയർന്നേക്കാം. നിലവിൽ ലോകമെമ്പാടും ലഭ്യമായ വിതരണത്തേക്കാൾ ആവശ്യകത ഇപ്പോഴും കൂടുതലാണ്. പ്രത്യേകിച്ച് കിഴക്കൻ ഏഷ്യയിൽ ആവശ്യകതയും വിതരണവും തമ്മിലുള്ള വ്യത്യാസം. ഏഷ്യയിൽ എന്ന് ഞാൻ കൂടുതൽ പൊതുവായി പറയട്ടെ, ആവശ്യകതയും വിതരണവും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. അവിടെയാണ് ആവശ്യകതയുടെ തകർച്ച സംഭവിച്ചിട്ടുള്ളത്.
എണ്ണവില യഥാർത്ഥത്തിൽ എവിടെ വരെ ഉയരുമെന്നാണ് എത്രത്തോളം ഉയരുമെന്നാണ് നിങ്ങൾ കരുതുന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ. നിലവിൽ ഇതൊരു ബാരലിന് $100 തൊട്ട് മുകളിലായി തങ്ങി നിൽക്കുകയാണ്. ഇത് കുറച്ച് അസ്ഥിരമായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ചിലർ പ്രവചിച്ചതുപോലെ ഇത് 150-200 വരെ ഉയരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നത് ഡെലിവറിയുടെ കാര്യത്തിൽ ചില സ്ഥലങ്ങളിൽ ഇതിനകം ആ നിലയിലാണ്. നിങ്ങൾ 100 എന്ന് പറയുമ്പോൾ സാധാരണയായി നമ്മൾ ഫ്യൂച്ചേഴ്സ് വിലകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിൽ യുദ്ധം അവസാനിക്കുമെന്നും വിതരണം വീണ്ടും പുനരാരംഭിക്കുമെന്നും തുടങ്ങിയ ഒരുപാട് പ്രതീക്ഷകൾ അടങ്ങിയിട്ടുണ്ട്. സ്ഥലമനുസരിച്ച് ചിലപ്പോൾ നൽകുന്ന വിലകൾ നിങ്ങൾ നോക്കുമ്പോൾ അതിന് ഇതിനകം അത്തരമൊരു നിലയിൽ എത്താൻ കഴിയും. കൂടാതെ നോക്കൂ, ഇതാണ് പ്രശ്നം. നമുക്ക് ഏകദേശം ഗൾഫ് രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന 20 ദശലക്ഷം ടൺ എണ്ണയുണ്ട്. അവരതിൽ കുറച്ച് ഉപയോഗിക്കുന്നു. അതിൽ കുറച്ച് ചെങ്കടൽ വഴിയാണ് പുറത്തേക്ക് വരുന്നത്. കൂടാതെ ഞാൻ കരുതുന്നു മൊത്തത്തിൽ ഈ ഘട്ടത്തിൽ ഒരു ദിവസം 10 മുതൽ 12 ദശലക്ഷം ബാരിൽ വരെ വിതരണം നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. കൂടാതെ നിങ്ങൾ $100 വില നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 3 മുതൽ 4 ദശലക്ഷം ബാരലിന്റെ ആവശ്യകത 3 മുതൽ 4 ദശലക്ഷം ബാരൽ വരെ കുറയുന്നതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇനിയും 6 മുതൽ 8 ദശലക്ഷം ബാരൽ വരെ കുറയേണ്ടതുണ്ട്. അതിന് കാര്യമായി വില വർദ്ധിപ്പിക്കേണ്ടി വരും. അത് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ പറയപ്പെടുന്ന കണക്കുകൾ നിങ്ങൾ പറഞ്ഞു തന്നെയാണ്. $150 മുതൽ $200 വരെ ഏകദേശം ആ പരിധിയിൽ. ഇത് നീണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഉണ്ടാകാവുന്ന വ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരാമോ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്കറിയാമല്ലോ, പാചകവാതക സിലിണ്ടറുകളുടെ ക്ഷാമം പോലുള്ള കാര്യങ്ങളിൽ നമ്മളിൽ ചിലർക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ വേദന ശരിക്കും ഇതുവരെ നമ്മളെ ബാധിച്ചിട്ടില്ല. അപ്പോൾ എയർലൈനുകൾ സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നതായി ഞങ്ങൾ കേൾക്കുന്നു. ദയവായി ഇടപെടണമെന്നും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ ഷെഡ്യൂളുകൾ മാറ്റേണ്ടി വരും, ഞങ്ങളുടെ ഫ്ലൈറ്റുകളുടെ എണ്ണം കുറയ്ക്കേണ്ടി വരും എന്നും. ചില യൂറോപ്യൻ വിമാന കമ്പനികൾ ഇതിനകം അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുണ്ടാകാൻ സാധ്യതയുള്ള ഒരു തരം ഡോമിനോ ഇഫക്റ്റിന്റെ കാര്യത്തിൽ അടുത്ത ഏതാനും ആഴ്ചകളിലും മാസങ്ങളിലും എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? ശരി, ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് പാചകവാതകത്തിന്റെ കാര്യമെടുക്കാം, അല്ലേ? വ്യക്തമായും നമ്മൾ കൂടുതൽ പാചകവാതകത്തിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ്. അതിനർത്ഥം നിങ്ങൾക്കറിയാമല്ലോ, ഗ്യാസ് ഉപയോഗിക്കുന്ന മറ്റു മേഖലകൾക്ക് ബുദ്ധിമുട്ടേണ്ടി വരും, തീർച്ചയായും ബുദ്ധിമുട്ടേണ്ടി വരും. ഞാൻ ഉദ്ദേശിച്ചത് പാചകവാതകത്തിന്റെ കാര്യത്തിൽ പോലും നമ്മൾ വീടുകളും റെസ്റ്റോറൻറ്റുകളും തമ്മിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷെ തീർച്ചയായും റെസ്റ്റോറൻറ്റുകൾ ധാരാളം ആളുകൾക്ക് ജോലി നൽകുന്നുണ്ട്. അതുകൊണ്ട് റെസ്റ്റോറൻറ്റുകൾക്കെതിരെയുള്ള ഈ വിവേചനം ഒരു തരത്തിൽ പറഞ്ഞാൽ കുറച്ചൊക്കെ തൊഴിലില്ലായ്മ സൃഷ്ടിക്കും. മാത്രമല്ല, അവർക്ക് മണ്ണെണ്ണ പോലുള്ള മറ്റു സ്രോതസ്സുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ അടച്ചുപൂട്ടുന്നതിനും ഇത് കാരണമാകും. അപ്പോൾ അത് എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണത്. തീർച്ചയായും കുടുംബങ്ങൾക്കിടയിലെ ഡിമാൻഡിൽ ചെറിയൊരു കുറവ് വരുത്താൻ ഗാർഹിക പചാചകവാതക വിലയും വർദ്ധിപ്പിക്കേണ്ടി വരും. ഇനി വീണ്ടും അത് നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട വിഭാഗങ്ങളെ കൂടുതൽ ബാധിക്കും. അവർക്ക് സബ്സിഡികൾ ഉണ്ടാകുമോ ഇല്ലയോ? അതെങ്ങനെയാണ് വഹിക്കുക? അത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. വിതയുടെ കാര്യമെടുക്കാം. അത് ഉടൻ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വളങ്ങൾക്ക് ഇപ്പോൾ വളരെ വളരെ ഉയർന്ന വിലയാണ്. കൂടാതെ ഈ ഘട്ടത്തിൽ ആവശ്യത്തിന് വളമിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വിളവ് കുറയും. ഇത്തവണ നമ്മുടെ കർഷകർക്ക് കൂടുതൽ കഠിനമാകുമെന്ന് കരുതുന്ന ഒരു എൽനീനോയെ അഭിമുഖീകരിക്കുമ്പോൾ അതിനോടൊപ്പം വളങ്ങൾക്ക് വില വളരെ കൂടുകയും വളരെ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ലഭ്യമാവുകയും ചെയ്യുന്നത് ഒരു പ്രശ്നമാണ്. മൂന്നാമതായി ഞാൻ ഉദ്ദേശിക്കുന്നത് ഉയർന്ന വില ഡിമാൻഡ് കുറയ്ക്കും, പക്ഷേ അതോടൊപ്പം യഥാർത്ഥ ക്ഷാമവും ഉണ്ടാകും. അത് ചില വ്യവസായങ്ങളെ അടച്ചുപൂട്ടാൻ നിർബന്ധിതമാക്കും. അത് തൊഴിലില്ലായ്മ സൃഷ്ടിക്കും. അപ്പോൾ ഇത് എത്രത്തോളം നീണ്ടു നിൽക്കുന്നുവോ അത്രത്തോളം ഉയർന്നു വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇവയൊക്കെയാണ്. കാരണം നമ്മൾ തീർച്ചയായും ഇറക്കുമതി ചെയ്യുന്ന വലിയ അളവിലുള്ള എണ്ണ, ഗ്യാസ്, LPG എന്നിവയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അന്ന് കുറച്ച് മുൻപ് സൂചിപ്പിച്ചു, അതായത് സർക്കാർ നമ്മുടെ എണ്ണയ്ക്കും ഗ്യാസിനും സബ്സിഡി നൽകുന്നതിനെക്കുറിച്ചും ഒരുപക്ഷെ ആ സബ്സിഡികൾ പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ചും.
അതുകൊണ്ട് അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കാരണം ഇന്ത്യൻ സർക്കാരിന് അത് താങ്ങാൻ കഴിയുമോ? ആ സബ്സിഡികൾ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുമെന്നാണോ അങ്ങ് പറയുന്നത്? അത് വളരെ ബുദ്ധിമുട്ടുള്ളതും വളരെ ചെലവേറിയതുമായി മാറിക്കൊണ്ടിരിക്കുകയാണോ? ശരി. എപ്പോഴൊക്കെ നമ്മൾ വില നിശ്ചയിക്കുകയും അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ച് അത് ക്രമീകരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നുവോ അവിടെ പരോക്ഷമായ ഒരു സബ്സിഡി ഉണ്ട്. അത് ഒന്നുകിൽ എണ്ണ വിപണന കമ്പനികളാണ് വഹിക്കുന്നത്, എന്നാൽ പിന്നീട് സർക്കാർ അവർക്ക് ചില അധിക ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ അതിന്റെ പണം നൽകുന്നു. അല്ലെങ്കിൽ അതൊരു കാലക്രമേണയുള്ള ഒരു വിട്ടുവീഴ്ചയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ അതിന് പണം നൽകുന്നു, പിന്നീട് അന്താരാഷ്ട്ര വില കുറഞ്ഞാലും ഞങ്ങൾ വില കൂട്ടി തന്നെ നിർത്തുന്നു. എന്നാൽ എന്തു തന്നെ ആയാലും ഞാൻ കരുതുന്നത് കാര്യം ഇതാണ്: അത് ഒരു തരത്തിൽ നമ്മുടെ ധനകാര്യ സമവാക്യത്തിന്റെ ഭാഗമായി മാറുന്നു. എണ്ണ വിപണന കമ്പനികൾ ഇപ്പോൾ ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിനർത്ഥം അവയിൽ ചിലത് പൊതുമേഖലയിലാണ്, സർക്കാരിന് നൽകുന്ന ലാഭവിഹിതം കുറയും, അതിനാൽ ഒരു ബജറ്ററി പ്രത്യാഘാതം ഉണ്ടാകും. ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇത് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. കാരണം അവർക്ക് അതിനൊരു പരിധിയുണ്ട്. മാത്രമല്ല, അവരിൽ പലർക്കും യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാമോ, പൊതുജനങ്ങൾക്കിടയിൽ ഓഹരി ഉടമകളുണ്ട്. അതുകൊണ്ട് എണ്ണവില കൂട്ടേണ്ടതായി വരും. അതിനാൽ എൻ്റെ അഭിപ്രായത്തിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇത് തുടരാൻ പോകുകയാണെങ്കിൽ ദുർബല വിഭാഗങ്ങൾക്ക് പിന്തുണ ലക്ഷ്യമിടുന്നതോടൊപ്പം വിലവർദ്ധനവ് ജനങ്ങളിലേക്ക് കൈമാറുക എന്നതായിരിക്കും സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. എന്നാൽ എല്ലാവരെയും പിന്തുണയ്ക്കുന്നത് അപ്രായോഗികമാണ്. മാത്രമല്ല, അത് അവരെ സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നതിൽ നിന്ന് തടയുകയും ചെയ്യും. ആഗോളതലത്തിൽ എണ്ണവില പഴയതിന്റെ ഇരട്ടിയാണെങ്കിൽ ഒരു മെഴ്സിഡസിന്റെ ഉടമ അത് തിരിച്ചറിയുകയും അതിന്റെ ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കുമായി വിലവർദ്ധനവ് ഏറ്റെടുത്ത് പഴയതുപോലെ അവരെ സന്തോഷത്തോടെ ഉപഭോഗം ചെയ്യാൻ അനുവദിക്കുന്നതിന് പകരം ഇത് കൂടുതൽ വ്യാപകമായി കൈമാറുകയും ഒപ്പം ശരിക്കും ദരിദ്രരായ വിഭാഗങ്ങളെ ഇത് കൈകാര്യം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രമാണ് ഉയർന്നു വരേണ്ടതെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ആഗോള സമ്പദ് വ്യവസ്ഥയിലുള്ള ഇതിന്റെ പ്രത്യാഘാതമായി നിങ്ങൾ കാണുന്നത് എന്താണ്? ഇതിന്റെ പ്രത്യാഘാതം US-ൽ എത്തുന്നതിന് മുൻപ് ഇത് ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളെ മാത്രമേ കൂടുതൽ ബാധിക്കുകയുള്ളൂ എന്ന് ഒരുപക്ഷെ അമേരിക്കയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടോ? അത് യഥാർത്ഥത്തിൽ ശരിയല്ല. US-ലും ഗ്യാസോലിൻ വില വർദ്ധിച്ചിട്ടുള്ളത് നിങ്ങൾ ഇതിനകം കാണുന്നുണ്ടല്ലോ. എന്നാൽ കൂടുതൽ വലുതും ആഴത്തിലുള്ളതുമായ സാമ്പത്തിക ആഘാതത്തിന്റെ കാര്യത്തിൽ ഇത് ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളെ മാത്രമേ ദോഷകരമായി ബാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നത് ഒരു തെറ്റാണോ? ഞാൻ ഉദ്ദേശിച്ചത് ലോകം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലേ? അതിനാൽ അത് പലതരത്തിൽ പ്രതിഫലിക്കും. നിങ്ങൾ പറഞ്ഞതുപോലെ വിലകൾ US ഇത് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നല്ല. US എണ്ണയുടെയും വാതകത്തിന്റെയും കയറ്റുമതി നിരോധിക്കുന്നില്ലെങ്കിൽ ലോക വിപണിയിലെ വില എന്താണോ അതായിരിക്കും ഇവിടുത്തെയും വില. കാരണം യൂറോപ്പ് US ഗ്യാസിനും US ഓയിലിനും വേണ്ടി മത്സരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതാണ് US ഉപഭോക്താക്കളും വ്യവസായവും നേരിടാൻ പോകുന്നത്. പക്ഷേ ഉൽപാദനത്തിലെ കുറവുകളിൽ നിന്നുണ്ടാകുന്ന ക്ഷാമം ഇതിനകം മറ്റ് മേഖലകളെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഉദാഹരണത്തിന് വളത്തിന്റെ വില US-ലും വളരെ കൂടുതലാണ്. കൂടാതെ മുൻകാല നടപടികൾ കാരണം US ഫാർമയും വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ട് ഞാൻ കരുതുന്നത് US ഇതിൽ ചിലത് അനുഭവിക്കുന്നുണ്ടെന്നാണ്. പക്ഷേ മറ്റ് മേഖലകളിലും ക്ഷാമം പ്രകടമാകും. ആ മേഖലകളിലൊന്ന് ഹീലിയമാണ്. ഹീലിയം ചിപ്പ് നിർമ്മാണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന ഒരുതരം ഉപരോധമുണ്ടായാൽ ഹീലിയത്തിന്റെ പ്രവാഹം ലോകമെമ്പാടുമുള്ള ചിപ്പ് നിർമ്മാണത്തെ ബാധിക്കും. കൂടാതെ നിങ്ങൾക്കറിയാമല്ലോ, ഈ AI നിക്ഷേപത്തിൽ മുന്നോട്ടു പോകുമ്പോൾ ചിപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. അവ പരിമിതപ്പെട്ടാൽ അതിനർത്ഥം പരിമിതമായ AI നിക്ഷേപം എന്നാണ്. അത് US വളർച്ചയിലെ ഒരു വലിയ ഘടകമാണ്. അതുകൊണ്ട് പല രീതിയിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. US ഒരു ദ്വീപല്ല. അത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ആഗോള വിതരണ ശൃംഖലകൾ US-ലൂടെയാണ് കടന്നു പോകുന്നത്. കൂടാതെ അത് ആ വിതരണ ശൃംഖലകളിൽ പ്രകടമാവുകയും ചെയ്യും. ലോകം പതുക്കെ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെന്നതിൽ താങ്കൾക്ക് ആശങ്കയുണ്ടോ? ഞാൻ കരുതുന്നത് അതൊരു വളരെ യഥാർത്ഥാർത്ഥമായ ആശങ്കയാണെന്നാണ്. ഇത് ഉടൻ തുറന്നില്ലെങ്കിൽ. കൂടാതെ നിങ്ങൾക്കറിയാമോ, ആശങ്കകളിലൊന്ന് ഈ കാര്യങ്ങൾ നോൺ ലീനിയർ ആകുന്നു എന്നതാണ്. നിങ്ങൾക്ക് ഉള്ള ഉടൻ ഇപ്പോൾ നമുക്ക് വലിയ ക്ഷാമങ്ങളില്ല, നമുക്ക് ഉണ്ടായി വരുന്ന ക്ഷാമങ്ങളുണ്ട്.
പക്ഷേ ആവശ്യത്തിന് ഇന്ധനമില്ലാത്തതുകൊണ്ട് ഒരു ഫാക്ടറി അടച്ചിടേണ്ടി വരുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി മാറും. കാരണം ഫാക്ടറി വീണ്ടും തുറക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയിൽ ഒരു ആശങ്ക എന്തെന്നാൽ ഒരു റെസ്റ്റോറന്റ് അടയ്ക്കുമ്പോൾ അവിടുത്തെ തൊഴിലാളികൾ അവർ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവരാണെങ്കിൽ അവർക്ക് മറ്റ് ജോലികൾ കണ്ടെത്താനായില്ലെങ്കിൽ തിരികെ പോകും. അവരെ തിരികെ കൊണ്ടുവരുന്നത് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, പാൻഡമിക് കാലത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെ. അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഇത് നീണ്ടു നിൽക്കുന്നതനുസരിച്ച് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ വെറും വിലകളിൽ പ്രതിഫലിക്കുന്ന ഘടകങ്ങളിൽ നിന്ന് മാറി ഇന്ധനത്തിന്റെ യഥാർത്ഥ ക്ഷാമത്തിലേക്ക് നീങ്ങുന്നത് കൊണ്ട് അത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കാരണം അത് എല്ലായിടത്തും ബാധിക്കും, പ്രത്യേകിച്ച് നമ്മൾ വളരെ നിർണായകമായ സ്ഥലങ്ങളിൽ. ഞാൻ സത്യത്തിൽ അതിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അവിടെ ഒരു യഥാർത്ഥ ആശങ്ക കൂടിയുണ്ട്, ഇല്ലേ? അതായത് ഞാൻ ഉദ്ദേശിച്ചത് അവിശ്വസനീയമായ എന്തെങ്കിലും ഒരു കരാറും ഒരു സമാധാന കരാറും ഉണ്ടാവുകയും ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയും ചെയ്താലും നമുക്ക് പറയാം 1 മാസത്തിനുള്ളിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഒരുപാട് കാലം നീണ്ടു നിൽക്കുമെന്ന്. കൂടാതെ നിങ്ങൾക്കറിയാമല്ലോ, വിലകൾ സ്ഥിരത കൈവരിക്കുന്നതോ വിതരണ ശൃംഖലകൾ പെട്ടെന്ന് സ്ഥിരത കൈവരിക്കുന്നതോ അവിശ്വസനീയമായ രീതിയിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു അത് തികച്ചും ശരിയാണെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് വെറും എണ്ണ വിലയുടെ കാര്യം തന്നെ എടുക്കാം. അവ കുത്തനെ കുറയുമോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന്റെ വാർത്ത കേട്ട് അവ കുറഞ്ഞേക്കാം. പക്ഷേ ഞാൻ കരുതുന്നത് യുദ്ധത്തിന് മുമ്പുള്ള വിലയിലേക്ക് സമീപ ഭാവിയിൽ അവ കുറയുമെന്നുള്ള പ്രതീക്ഷ അത് അമിതമായ ശുഭാപ്തി വിശ്വാസമാണ് എന്നാണ്. എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചു നോക്കൂ. അവ അതിൻ്റെ കരുതൽ ശേഖരം വീണ്ടും നിറയ്ക്കാൻ തുടങ്ങും. നിങ്ങൾക്കറിയാമല്ലോ, ഒഴുക്ക് വീണ്ടും തുടങ്ങുന്ന ഉടൻ തന്നെ ഇത് വീണ്ടും നിലച്ചേക്കാമെന്ന ഒരു ആശങ്കയുണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ, ഒരുപക്ഷെ പ്രശ്നങ്ങൾ വീണ്ടും വഷളായാൽ. അതുകൊണ്ട് കടലിലുള്ള എണ്ണയ്ക്കും പ്രകൃതിവാതകത്തിനും വേണ്ടി എല്ലാവരും മത്സരിക്കും. നിങ്ങൾക്കറിയാമല്ലോ, തുടക്കത്തിൽ വാണിജ്യ ശേഖരം നിറയ്ക്കാൻ, പക്ഷേ അധികം വൈകാതെ ശോഷിച്ചുപോയ തന്ത്രപ്രധാനമായ വിതരണ ശേഖരങ്ങൾ നിറയ്ക്കാൻ. അതുകൊണ്ട് അതെല്ലാം നിറയ്ക്കാൻ കുറച്ച് സമയമെടുക്കും. അതായത് ആ കാലയളവിൽ ഒരുപാട് ഉത്കണ്ഠ ഉണ്ടാകും. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ഒരു ധാരണ നമ്മൾ സംസാരിക്കുന്നത് ആഴ്ചകളെക്കുറിച്ചല്ല, മാസങ്ങളെക്കുറിച്ച് പോലുമല്ല. ഒരുപക്ഷെ എണ്ണ വിപണി സ്ഥിരത കൈവരിക്കുന്നതിന് മുൻപ് പാദങ്ങളെക്കുറിച്ചായിരിക്കാം. കൂടാതെ ഉൽപാദനത്തിന്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ഇത് മുന്നോട്ട് പോകുമ്പോൾ എണ്ണയുടെയും ഗ്യാസിന്റെയും ഉൽപാദനം നിർത്തേണ്ടി വരും. കാരണം മിഡിൽ ഈസ്റ്റിലെ എല്ലാ സംഭരണശാലകളും അവർ നിറച്ചു കഴിഞ്ഞു. അപ്പോൾ ഉൽപാദനം നിലച്ചാൽ ഉൽപാദനം പുനരാരംഭിക്കാൻ കൂടുതൽ സമയമെടുത്തേക്കാം. അതായത് നിങ്ങൾ വെറുതെ ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ ഗ്യാസ് ഉൽപാദനം തുടങ്ങും. അതായത് അത് തുടങ്ങുന്നത് ഒരു പ്രക്രിയയാണ്, അതിനും സമയമെടുത്തേക്കാം. അതുപോലെ അത് മറ്റെല്ലാത്തിനെയും ബാധിക്കും. വളത്തിന്റെ ഉൽപാദനം ഗ്യാസ് ഉൽപാദനത്തെ തുടർന്നായിരിക്കും. അതിനും ഉൽപാദനം തുടങ്ങുന്നതിനുള്ള ചെലവുകളുണ്ട്. അതുകൊണ്ട് സപ്ലൈ പെട്ടെന്ന് പ്രതികരിക്കില്ല, നമ്മൾ സംസാരിച്ച എല്ലാ ഘടകങ്ങളും. കാരണം ഡിമാൻഡ് കൂടുതൽ കാലത്തേക്ക് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് വിലകൾ ഉയരും. അതുകൊണ്ടാണ് ആ വില വർധനവ് കൈമാറി തുടങ്ങേണ്ടത് പ്രധാനമാകുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ GDP വളർച്ചയ്ക്ക് മൊത്തത്തിൽ ഒരു സമ്മർദ്ദമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത്, സർക്കാർ എപ്പോഴും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ടല്ലോ, ഇന്ത്യയുടെ മാക്രോ സാമ്പത്തിക, അതായത് സാമ്പത്തിക അടിസ്ഥാന ഘടകങ്ങൾ ശക്തമാണെന്നും നമ്മൾ ഈ പ്രതിസന്ധിയെ അതിജീവിക്കുമെന്നും അങ്ങനെയൊക്കെ. നമുക്കത് ചെയ്യാൻ കഴിയുമോ? ഇത് നമ്മുടെ GDPയും കുറയ്ക്കുമോ? ശരി, ക്ഷാമത്തിന് തീർച്ചയായും അങ്ങനെ ഒരു ഫലമുണ്ടാകും. കാരണം ക്ഷാമം വർദ്ധിച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, ഫാക്ടറികൾ നിലയ്ക്കും. പക്ഷേ നമ്മൾ ഇതിലേക്ക് വന്നത് ന്യായമായ ഒരുതരം ധനകാര്യ പദ്ധതിയുമായിട്ടാണ് എന്ന കാര്യത്തിൽ സർക്കാർ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു. പണപ്പെരുപ്പം താരതമ്യേന കുറവാണ്, അത് RBI നിയന്ത്രിച്ചിട്ടുമുണ്ട്. ഏറ്റവും വലിയ ചോദ്യം ബാഹ്യരംഗത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയാമല്ലോ, വിദേശ നേരിട്ടുള്ള നിക്ഷേപം കുറവാണ്. പോർട്ട്ഫോളിയോ വിറ്റൊഴിയലുണ്ടായിട്ടുണ്ട്. ആളുകൾ ഇന്ത്യൻ വിപണികളിൽ നിന്ന് അവരുടെ പണമെടുത്ത് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ ആശങ്ക അത് കൂടുതലും ബാഹ്യരംഗത്തെക്കുറിച്ചാണ്. കാരണം എണ്ണയുടെ ഉയർന്ന വില നിമിത്തം നമ്മുടെ എണ്ണയും ഗ്യാസും എല്ലാം നമ്മൾ വാങ്ങുന്നത് കൊണ്ട് നമ്മുടെ കറണ്ട് അക്കൗണ്ട് കമ്മി ഒരു തരത്തിൽ വല്ലാതെ വർദ്ധിക്കാൻ പോവുകയാണ്.
പിന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം കഴിഞ്ഞ കുറച്ച് നിങ്ങൾക്കറിയാമല്ലോ മാസങ്ങളിൽ യുദ്ധത്തിന് മുൻപ് പോലും പണമൊഴുക്ക് വളരെ മന്ദഗതിയിലായിരുന്നു എന്നതാണ്. അതുകൊണ്ട് നമ്മൾ അതിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊരു ഉടനടിയുള്ള ഒന്നാണെന്ന് ഞാൻ കരുതുന്നില്ല. അതായത് നമുക്ക് ധാരാളം വിദേശ നാണ്യ കരുതൽ ശേഖരമുണ്ട്. ഞാൻ കരുതുന്നു RBIയിലും അതിന്റെ പണപ്പെരുപ്പം ലക്ഷ്യമിടുന്ന സംവിധാനത്തിലും വിശ്വാസമുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ കറന്റ് അക്കൗണ്ട് കമ്മി വർദ്ധിക്കാൻ പോകുന്ന ഒരു പ്രയാസമേറിയ ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട്. അതേസമയം നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പണമൊഴുക്ക് അത്ര അനുകൂലമായിരുന്നില്ല. ഇത് പരിഷ്കാരങ്ങൾക്ക് നല്ല സമയമാണ്. അതായത് പ്രധാനമന്ത്രി ബത്ലാവിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പിന്നെ പണം കൊണ്ടുവരാൻ നിങ്ങൾക്കറിയാമല്ലോ, ആകർഷകമായ പദ്ധതികൾ പരീക്ഷിക്കുന്നതിന് പകരം നമുക്ക് ആവശ്യമായ ഒഴുക്കുകൾ ആകർഷിക്കാൻ ഈ ഘട്ടത്തിൽ പ്രയാസമേറിയ പരിഷ്കാരങ്ങൾ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് നമ്മൾ നിക്ഷേപിക്കാൻ യോഗ്യമായ ഒരു രാജ്യമാണെന്ന് കാണിക്കണമെന്ന് ഞാൻ കരുതുന്നു. ഒരു അവസാനത്തെ ചോദ്യം. ഈ പ്രതിസന്ധിയിൽ ഒരുപക്ഷെ ഒരവസരമുണ്ടെന്ന് അങ്ങ് പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഊർജ്ജ ശേഖരത്തിനായുള്ള നിങ്ങൾക്കറിയാമല്ലോ ദീർഘകാല ആസൂത്രണത്തെക്കുറിച്ച് എന്തു പറയുന്നു? അത് ഇന്ത്യ ഇപ്പോൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണോ? എത്ര കാലം നമ്മൾ എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് തുടരും? അതിന് പകരമായി എങ്ങനെയാണ് നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ ആ ശേഖരം രാജ്യത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക? അതായത് നാടകീയമായ ഒരു കണ്ടെത്തലിന്റെ അഭാവത്തിൽ നമ്മൾ വർഷങ്ങളായി ഇന്ത്യൻ മഹാസമുദ്രത്തിലും മറ്റും തിരയാൻ ശ്രമിക്കുന്നുമുണ്ട്. നമുക്ക് എണ്ണ കണ്ടെത്താനായില്ലെന്ന് കരുതുക. കൂടാതെ തീർച്ചയായും നമ്മൾ നമ്മുടെ ശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു വ്യക്തമായ ഉത്തരം ആണവോർജവും കൂടാതെ കാറ്റ്, സൗരോർജം പോലുള്ള സുസ്ഥിര ഊർജ സ്രോതസ്സുകളുമാണ്. അതിനർത്ഥം അതോടൊപ്പമുള്ള സോളാർ സെല്ലുകൾ, കാറ്റാടി യന്ത്രങ്ങൾ, അതുപോലെ ബാറ്ററി സംഭരണം എന്നിവയുടെ ഉൽപാദനം, ഇവയെല്ലാം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് ആശ്രയിക്കാൻ പോകുന്ന മേഖലകളാണ്. ഇവയിലൊക്കെ അത്യാധുനിക നിലവാരത്തിലെത്താൻ നമ്മുടെ വ്യവസായം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒന്നാണിത്. കാരണം നമ്മുടെ ആവശ്യങ്ങൾ വളരെ വലുതായിരിക്കും. ഈ ആവശ്യങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് തീർച്ചയായും നമ്മൾ ആശങ്കപ്പെടേണ്ട ഒരു ദുർബലതയാകാം. അതുകൊണ്ട് ഇതൊരു ഊർജ തന്ത്രത്തെക്കുറിച്ച് പുനർവിചിന്തനം ചെയ്യാനുള്ള ഒരു ഘട്ടമാണെന്ന് എനിക്ക് തീർച്ചയായും തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു, നിങ്ങൾക്കറിയാമോ, അത് പ്രകൃതിവാതക സംഭരണമായാലും അല്ലെങ്കിൽ എണ്ണ സംഭരണമായാലും നമ്മുടെ വിദേശ നാണ്യ ശേഖരത്തിൽ നിന്ന് കുറച്ചെടുത്ത് ഊർജ രംഗത്ത് കരുതൽ ശേഖരം ഉണ്ടാക്കുന്നതും പ്രയോജനകരമായേക്കാം. നിങ്ങൾക്കറിയാമോ, ഇതുവരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിലവാരത്തിൽ നിന്ന് മാറി നമുക്ക് 100 ദിവസത്തെ 120 ദിവസത്തെ സംഭരണ നിലവാരത്തിലേക്ക് കൂടുതൽ നീങ്ങാൻ കഴിയുമോ? അതുകൊണ്ട് ഈ ദുർബലാവസ്ഥ കണക്കിലെടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായും കൂടുതൽ ചെയ്യാൻ കഴിയും. അമിതമായി പ്രതികരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം. അത് നിങ്ങൾക്കറിയാമോ, ആ മാനങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യണം. അതോടൊപ്പം ദീർഘകാല പദ്ധതി മനസ്സിൽ വെക്കുകയും വേണം. കൂടുതൽ സുസ്ഥിരമായ ഊർജ സ്രോതസ്സുകളിലേക്ക് നീങ്ങുക എന്നതാണ് ദീർഘകാല പദ്ധതി. നമ്മൾ സൗരോർജം എല്ലായിടത്തും വ്യാപിപ്പിച്ചാൽ അവ കൂടുതൽ വിതരണം ചെയ്യപ്പെട്ടതും ലൈൻ നഷ്ടം കുറഞ്ഞതും അങ്ങനെയെല്ലാമാണ്. അതുകൊണ്ട് നമുക്ക് അതും ചെയ്യാം. കൂടാതെ ഹരിത അടിസ്ഥാന സൗകര്യങ്ങളിൽ ചിലത് എങ്ങനെ നിർമ്മിക്കാമെന്നും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വിൽക്കാമെന്നും ചിന്തിച്ചു തുടങ്ങാം. അതിന് നമ്മുടെ വ്യവസായ രംഗത്ത് ധൈര്യവും നൂതനാശയങ്ങളും ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു അവർ മുന്നോട്ട് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നു. ശരി ഡോക്ടർ രഘുറാം രാജൻ, ഇതിലുള്ള താങ്കളുടെ കാഴ്ചപ്പാടിന് വളരെ നന്ദി. സന്ദേശം വ്യക്തമാണെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ തയ്യാറായിരിക്കണം. ഹ്രസ്വകാലത്തെ ചില പ്രയാസങ്ങൾക്ക്, ഹ്രസ്വകാലം മുതൽ ഇടക്കാലം വരെയുള്ള പ്രയാസങ്ങൾക്ക് തീർച്ചയായും സാമ്പത്തിക രംഗത്ത് നാം എല്ലാവരും തയ്യാറാകണമെന്ന് ഞാൻ കരുതുന്നു. ഇത് എത്ര നാൾ തുടരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വളരെ നന്ദി. തീർച്ചയായും നന്ദി. US-ഇറാൻ യുദ്ധത്തെക്കുറിച്ചും ഇന്ത്യയിൽ അതിന്റെ സ്വാധീനത്തെക്കുറിച്ചും കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങൾ അടുത്തയാഴ്ച മടങ്ങിയെത്തും. അപ്പോൾ ഞങ്ങളോടൊപ്പം ചേരുക. ആവേശകരമായ സംഗീത്.